സൈക്കാട്രി വേണ്ടി വന്നില്ല. സൈക്കാട്രിയുടെ സേവനം തൽക്കാലം വേണ്ട. മോനെ, നീ എന്താ അവിടെ നിൽക്കുന്നേ? നല്ല നമസ്കാരം. മതവും രാഷ്ട്രീയവും ഇട്ടിട്ട് പോകാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു ചോദ്യം പലരും എന്നോട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നത്, മതം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ വർഗീയവാദിയുടെ ബുദ്ധിയോടുകൂടി മതം പറയുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥരെ തിരഞ്ഞുപിടിച്ച് അധിക്ഷേപിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളായിട്ടോ അധപ്പതിക്കുന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ആ ഒരു പ്രയോഗത്തിൽ നിന്ന് ഉദ്ദേശിച്ചത്. രണ്ടാമത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷരാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയത്തെ വിമർശിച്ചേക്കും. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചേക്കും. എങ്കിലും ഞാനൊരു പക്ഷത്ത് നിൽക്കില്ല. ഞാനൊരു പക്ഷപാതിയായ മനുഷ്യനായിരുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല. പക്ഷേ ഈ അടുത്ത നാളിലാണ് എനിക്ക് മനസ്സിലായത് പല വിഷയങ്ങളും ഞാൻ പക്ഷം ചേർന്നുകൊണ്ട് ആലോചിക്കുകയോ പറയുകയോ ചെയ്യുന്നു. അതൊരു നല്ല ലക്ഷണമല്ല. പിന്നെ എന്ത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ മതിയാക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 5 വർഷമായി ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ നേടിയെടുത്തത് ശത്രുക്കളെ മാത്രമാണ്. ധാരാളം തെറികൾ സമ്പാദിച്ചു. ഒരു പരിചയമില്ലാത്ത മനുഷ്യർ പോലും എന്നെ തെറി വിളിച്ചു. പക്ഷേ പുതുമയുള്ള ഒരു തെറി പോലുമില്ല. അപരിചിതരായിട്ടുള്ള ആളുകൾ വിളിച്ച തെറികൾ അത്രയും പരിചിതമായ തെറികൾ മാത്രം. എൻ്റെ അസഭ്യ ശേഖരത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു തെറി പോലും ആരും എന്നെ വിളിച്ചില്ല. അത്രമാത്രം നമ്മുടെ അസഭ്യ കേരളം അധപ്പതിച്ചു പോയി. പോകാൻ എത്രയോ തെറികൾ സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരാൾ പോലും സ്വന്തമായി ഉണ്ടാക്കി ഒരു തെറി എനിക്ക് നൽകി എന്നെ ഒന്ന് അംഗീകരിച്ചിട്ടില്ല. നിരാശയാണ്, മടുപ്പാണ് ഇങ്ങനെയുള്ള മനുഷ്യരോട്. നല്ലൊരു തെറി പോലും എനിക്ക് നൽകാൻ കഴിയാതെ, ഞാൻ പറയുന്ന ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാതെ അതിൽ മുഴുവൻ തെറ്റ് കാണുന്ന ഒരു കൂട്ടം ആളുകൾ, അത് സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതേ പറയാൻ പറ്റൂ. അത് ഒരു കാര്യം. പിന്നെയുമുണ്ട് വിഷമങ്ങൾ. അത് ഞാൻ വഴിയേ പറയാം. മിനിയാന്നത്തെ വീഡിയോ എടുത്തിട്ട് ഉടനെ ഞാൻ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. മലയാളത്തിൽ പറഞ്ഞ ആശുപത്രി. അവിടെ ചെന്നപ്പം എൻ്റെ ഹൃദയതാളമെല്ലാം ഓക്കെയാണ്. എൻ്റെ രക്തസമ്മർദ്ദം മഹാഗംഭീരമായിട്ട് പോകുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ ആരോഗ്യപരമായ അവസ്ഥയിൽ. പ്രശ്നം മാനസികം. അവർ കണ്ടെത്തി. ബുധനാഴ്ച ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായിട്ട്. സൈക്കാട്രി വേണ്ടി വന്നില്ല. സൈക്കാട്രിയുടെ സേവനം തൽക്കാലം വേണ്ട. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താൻ എനിക്ക് പറ്റിയില്ല. ഇത്രമാത്രം ശത്രുക്കളെ ഞാൻ സമ്പാദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൊള്ളരുതാത്തവന്മാർന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പല മനുഷ്യരും, അവരിലാണ് ഭാവി പ്രതീക്ഷ എന്നുള്ള രീതിയിൽ ആളുകൾ കാണുമ്പോൾ വെപ്രാളം വരുന്നു. പലരും എന്നെ അവരുടെ സ്ഥാനം ഞാൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവന് ഈ നാവാടുന്നത് എന്നുള്ള രീതിയിൽ വെപ്രാളം. ഞാൻ ഈ വീട് വിട്ടോ മുറി വിട്ടോ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. എൻ്റെ എല്ലാ ഈ സംസാരം കൊണ്ട് തീരുന്നുണ്ട്. എൻ്റെ സാമൂഹ്യ സേവന തൽപരത എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അതുകൊണ്ട് ആരുടെയും സ്ഥാനം തട്ടിയെടുക്കാനോ ആരുടെയെങ്കിലും മേളിലേക്ക് വളരാനോ അല്ല ഞാൻ നാവടിക്കുന്നത്. സാധാരണ മനുഷ്യർ പറഞ്ഞാൽ എന്നെപ്പോലുള്ള മനുഷ്യർക്ക്, എൻ്റെ ജീവിത പശ്ചാത്തലമുള്ള മനുഷ്യർക്ക് അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ആളുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ സംസാരത്തിൻ്റെ ലക്ഷ്യം. ഞാനൊരു മോശപ്പെട്ട ഒരു മനുഷ്യനെയും വാഴ്ത്താൻ ആളല്ല, അങ്ങനെയുള്ളവരെ വാഴ്ത്തുകയുമില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പക്ഷരാഷ്ട്രീയം ഉണ്ടാവില്ല. കക്ഷി രാഷ്ട്രീയം പറയും, പക്ഷേ പക്ഷരാഷ്ട്രീയം ആവില്ല. മതം പറയും. മതം പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തെ അനുകൂലിച്ചുകൊണ്ടോ ഏതെങ്കിലും മതത്തിൽ നിന്നുകൊണ്ടോ ആയിരിക്കില്ല. മതസ്ഥരായ മനുഷ്യർ ചെയ്യുന്ന ചില അപരാധങ്ങൾ എന്നെനിക്ക് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ വിമർശിച്ചു എന്നിരിക്കും. എൻ്റെ നാവിലിനി ഒരു മോശപ്പെട്ട കാര്യവും സംഭവിക്കില്ല. ഞാൻ ആരെയും താങ്ങിക്കൊണ്ട് നിൽക്കില്ല. എന്നെപ്പോലുള്ള ഈ നാട്ടിലെ പോങ്ങന്മാർ, ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട മനുഷ്യരുടെ, നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ വിഹുലതകളെയും അവരുടെ ദാരിദ്ര്യത്തെയും അവരുടെ കഷ്ടതകളെയും അവരുടെ എല്ലാ തരത്തിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അസംസ്കൃത വസ്തുക്കളായിക്കൊണ്ട് ചില മനുഷ്യർ ഈ നവമാധ്യമ കാലത്ത് കൊഴുക്കുന്നുണ്ട്, ചീർക്കുന്നുണ്ട്. അനർഹരായിട്ടുള്ള മനുഷ്യർ.
ഓരോ നാറിയെയും ഇവിടെ ഇരുന്ന് മുറുക്കും നിന്ന് ഞാൻ മുറുക്കെ തെറി വിളിക്കും. അത് ഏതെങ്കിലും ഒരു പക്ഷത്തെ ചേർന്ന് നിന്നുകൊണ്ടല്ല. ഞാൻ ഇതുവരെ പോങ്സ്കൃതം ഉപയോഗിച്ചത് എനിക്ക് രക്ഷപ്പെടാനായിരുന്നു. അല്ലാതെ എൻ്റെ കേമത്വം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനല്ല. ഭാഷാപരമായിട്ടുള്ള എൻ്റെ സ്വാധീനം അത് നിങ്ങളെ ഞെട്ടിപ്പിക്കാനൊന്നുമല്ല. എനിക്ക് ജയിലിൽ കയറി ഇവിടെ ജീവിക്കുന്ന 87 വയസ്സുള്ള ഒരു വൃദ്ധ ശരീരത്തെ കഷ്ടതയിലാഴ്ത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എനിക്കൊരു വക്കീലിനെ വെക്കാനുള്ള പണമില്ലാത്തതുകൊണ്ടും ജയിലിൽ കിടന്നേ എനിക്ക് മതിയാവും ഒരു കേസ് വന്നു കഴിഞ്ഞാലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ജയിലിൽ കിടക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂവെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ 87 വയസ്സുള്ള ഒരു വൃദ്ധ ശരീരത്തെ ഒരു വല്ലാത്ത ഗതികേടിലേക്ക് തള്ളിവിടാനുള്ള ക്രൂരത എൻ്റെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് പോങ്സ്കൃതം സ്വീകരിച്ചത്. ഇനിയും പോകാൻ തുടരും. ഇത് ഇന്നലെ വന്ന് പറയാൻ പറ്റാതെ പോയത് കറണ്ടില്ലായ്മയായിരുന്നു പ്രധാനമായിട്ടും. പിന്നെ ഇനിയാണ് ഞാൻ പറഞ്ഞല്ലോ, നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. നാളെ 10 മണിക്ക് ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് ഹ്രസ്വ സംസാരം. ആ സൈക്കോളജിസ്റ്റിനെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വിടേണ്ടി വരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നോടുള്ള സംസാരത്തിന് ശേഷം അല്ലെങ്കിൽ ഞാനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തേടേണ്ടി വരുമോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. എന്തായാലും ഞാൻ വിവരം അറിയിക്കും എൻ്റെ സഹപോങ്ങന്മാരെ. എനിക്ക് അധികം പേരെയൊന്നും തുരത്താൻ പറ്റിയിട്ടില്ല. 10-16 പേര് മാത്രമാണ് തുരന്നു പോയത്. ബാക്കി കുറേ പേര് നമ്മുടെ വീഡിയോ കാണാത്തത് കൊണ്ട് പോയിട്ടില്ല. നമുക്ക് അവന്മാരെയും തുരത്താം. ഇത് പോങ്ങന്മാരുടെ മാത്രമായിട്ടുള്ള ഒരു പറുദീസയായിട്ട് നമ്മുടെ ഈ ഇടത്തെ നമ്മൾ മാറ്റിയെടുക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ 5 വർഷം കൊണ്ട് ഇതൊക്കെ നേടിയുള്ളൂ. വെറുപ്പും വിദ്വേഷവും തെറിയും, അതും അപരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് തീർത്തും സുപരിചിതമായിട്ടുള്ള തെറികൾ മാത്രമേ പോകാൻ നേടിയിട്ടുള്ളൂ. അതിൽ വലിയ നിരാശയുണ്ട്. പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവാതെ പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. തെറ്റായ മനുഷ്യർ, അവരിലാണ് നാളത്തെ ഭാവി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളുകൾ, അവരെ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തെയും ഭയമാണ് എനിക്ക്. നാളെ വളർന്നു വരേണ്ട തലമുറ ഇങ്ങനെയായി പോകരുത്. ഇത്തരം ആളുകളെ അല്ല മാതൃകയാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ തെറ്റായ ആളുകളെ പിടിച്ച് ബിംബവൽക്കരിക്കരുത്. വളരെ നന്ദി. സത്യം പറയാലോ, വിശന്ന് കുടൽ കരിഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ട് ഈ കഴിക്കുന്ന കേട്ടോ. അല്പത്തരാന്ന് വിചാരിക്കരുത്. വേറൊന്നുമില്ല, വിശക്കുന്നു, പോയി കഴിക്കട്ടെ. ടാറ്റ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ടാറ്റ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സഹപോകന്മാരെ നമുക്ക് അടുത്ത ദിവസം കാണാം. വീണ്ടും വരാം. നമ്മുടെ നിങ്ങളുടെ പരിചയത്തിലുള്ള സഹപോകന്മാരെ, അവർക്ക് നമ്മളെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണേ. നമുക്ക് പ്രബുദ്ധരെയൊക്കെ ഇവിടുന്ന് പതിയെ തുരത്താം. സ്നേഹം.